ഹായ് ഹലോ വെൽക്കം ടു ഹൗസ് ഓഫ് അന. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ലോങ് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ പ്രത്യേകിച്ചൊരു കണ്ടൻറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ നടക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ എടുക്കാത്തത്. ഇന്നും അതുപോലെ തന്നെ നോർമലായിട്ടൊരു ഡേ ആണ്, പക്ഷേ ടൈം ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഷിഫാനയുടെ വീട്ടിലാണേ ഉള്ളത്. രാവിലെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. കാര്യം 2-3 ദിവസമായിട്ട് എൻ്റെ ഉറക്കം ഒട്ടും അങ്ങോട്ട് ശരിയുണ്ടായിരുന്നില്ലേ. അങ്ങനെ എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കിയപ്പോഴത്തേക്ക് ആദ്യം സ്കൂളിൽ പോകാനായിട്ട് ഫുള്ള് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ റെഡിയാവുന്നതിനനുസരിച്ച് വീടും അത്യാവശ്യം നല്ല രീതിയിൽ മെസ്സാവും കേട്ടോ. ഇനി ഇവർ പോയതിന് ശേഷം ഇവിടെ വൃത്തിയാക്കലും പരിപാടിയൊക്കെ നടക്കത്തുള്ളൂ. കാര്യം സ്കൂളിലോട്ട് വിടുന്നൊരു ടൈം അറിയാമായിരിക്കുമല്ലോ. പെട്ടെന്നെല്ലാം ഷടപടേ എന്നായിരിക്കും കേട്ടോ. ഞാൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം കോഫി ഓൾറെഡി ഇട്ടതിരിപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ചൂട് വേണം എന്നുള്ളത് കൊണ്ട് ഞാനൊന്ന് ചൂടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചേ. ഞാനതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാവരും മധുരം സാധാരണഗതിയിൽ എങ്ങനെയാണ് കുടിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ കുടിക്കാറുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചധികം മധുരം ഇഷ്ടമാണ്. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല സൺലൈറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വെളിയിലൊക്കെ നിന്ന് ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മുടെ കോഫി ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടിട്ട് തിളപ്പിക്കത്തൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കത്തേ ഉള്ളേ. അടുക്കളയിലാണെങ്കിലും പുറത്താണെങ്കിലും ഭയങ്കര ബഹളമാണ് കേട്ടോ. ഇന്ന് ആദിക്കും സ്കൂളിൽ ഉച്ച വരെ ഉള്ളേ എന്തോ ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഉച്ച വരെ പോയാൽ മതി. അതിൻ്റെ സന്തോഷത്തിലാണ് ഒരു സൈഡിൽ. പിന്നെ അവർക്ക് സ്നാക്സ് പൊതിയുന്നു, ഒരു ബഹളം തന്നെയാണ് കേട്ടോ രാവിലെ ഈ സമയത്ത്. അതിൻ്റെ കൂടെ എൻ്റെ ഒരു കുരുന്നും ഇവരെ കൂടെ തന്നെ ഉണ്ട്. അവരെങ്ങോട്ട് പോകണു അവരെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ ഫുൾ ടൈം. അങ്ങനെ ഞാൻ കോഫിയൊക്കെ ഒഴിച്ച് നേരെ പോകുന്നത് സിറ്റ് ഔട്ടിലേക്കാണ് കേട്ടോ. ഇവിടെ എനിക്കിഷ്ടപ്പെട്ട 2-3 സ്പേസ് ഉണ്ട് ഈ വീട്ടിൽ. അവിടെയൊക്കെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുൻപ് തൊട്ടേ കോഫിയായിട്ട് ചെന്ന് ഇരിക്കുന്നത് ഈ ഒരു മൂലയ്ക്കാണ് കേട്ടോ. ഇന്നും അത് തന്നെ തുടർന്നു. രാവിലെ എഴുന്നേറ്റ് കോഫിയായിട്ട് ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഇവർക്ക് ഒരു 8-10 ആകുമ്പം ബസ് വരും കേട്ടോ. 8 മണി ആകുന്നതേ ഉള്ളൂ. ആ ഒരു ടൈം ആയപ്പോഴേക്കും ഇവർ ബാഗ് തൂക്കി ഇവിടെ റെഡിയായി നിൽക്കും. അതിനനുസരിച്ച് എൻ്റെ മോനും ഇവരെ കൂടെ തന്നെ കാണും. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഷിഫാന ആദിയെയും റെഡിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ എയ്സിനെയും റെഡിയാക്കിയിട്ട് ഇവർ 3 പേരും കൂടി ബസ് കാത്ത് നിൽക്കാൻ പോവാണ് കേട്ടോ. സ്കൂൾ ബസ് വരാൻ ഇനിയും ഒരു 5 മിനിറ്റ്സോളം ഉണ്ട്. പക്ഷേ ഇവർ കുറച്ച് നേരത്തെ പോയി അവിടെ നിൽക്കാറുണ്ട്. അങ്ങനെ അവർ ബസ്സൊക്കെ കാത്തു നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഇറങ്ങി ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നേ. അങ്ങനെ ആ വെയിലൊക്കെ കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഇവർ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് എയ്സിന് ചെറിയൊരു പനിയുടെ ലക്ഷണം പോലെ നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ചൂടില്ലെങ്കിലും ചെറിയൊരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മടിയിൽ തന്നെയാണ് കേട്ടോ പുള്ളി ഇന്ന് താഴോട്ടൊന്നും ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഷിഫാന സിറ്റ് ഔട്ടൊക്കെ ഏകദേശം തൂത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഷിഫാന സിറ്റ് ഔട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഹോളൊക്കെ ഒന്ന് റെഡിയാക്കി ഇടാന്നേ. പക്ഷേ എൻ്റെ കൂടെ വേറൊരു പടയാളി കൂടി ഉണ്ട് കേട്ടോ, എൻ്റെ പി എ സമ്മതിച്ചാൽ മാത്രമേ എനിക്ക് ഫുള്ള് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. ഇവൻ ആ സമയത്ത് അവിടെ നിന്ന് കറങ്ങുന്നത് കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നെല്ലാം അറേഞ്ച് ചെയ്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഞാനൊന്ന് അറേഞ്ച് ചെയ്തിടുകയാണ്. പക്ഷേ ഞാനും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഈ പില്ലോ ഒക്കെ എടുത്ത് മടിയിലൊക്കെ വെച്ചിട്ട് അതിൻ്റെ പൊസിഷനൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഉമ്മ ഇന്നലെ അങ്ങ് പോയി കേട്ടോ. ഉമ്മ ഇവിടെ ഇല്ല. ഉമ്മ ഇന്ന് കാഞ്ഞിരമുറ്റം പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നേ. രാവിലെ 5 മണിക്ക് ഇവിടുന്നൊരു ബസ് വിട്ടിട്ടുണ്ടായിരുന്നേ, അതായത് നമ്മുടെ വീട്ടിൻ്റെ ഏരിയയിൽ നിന്ന്. വൈകുന്നേരം രാത്രി ആകുമ്പോഴത്തേക്കും എത്തായിരിക്കും. അപ്പോൾ രാവിലെ 5 മണിക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ക്യാമറ വിഷ്വൽസിലൊക്കെ എൻ്റെ എ കടന്നു വരുന്നുണ്ട്. കാര്യം ഞാൻ എവിടെയുണ്ടോ പുള്ളി ഇന്ന് അവിടെ തന്നെ ഉണ്ടായിരുന്നേ. എന്തോ ഒരു അസ്വസ്ഥത പുള്ളിയെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് എന്നെ വിട്ടു മാറാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ ഹോളിൽ ഈ സോഫയ്ക്കകത്ത് മാത്രം ഇങ്ങനൊരു തുണി ഇട്ടിട്ടുണ്ട് കേട്ടോ. സോഫയെല്ലാം ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം ആകുമ്പോഴത്തേക്ക് എല്ലാ ബിസ്ക്കറ്റും ഇവിടെ ഇരുന്നൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഴുക്ക് അതിനകത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ പോകാൻ. അതുകൊണ്ടാണ് കേട്ടോ ഷീറ്റ് ഇടുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ പോയിട്ട് കഞ്ഞി എന്തായെന്ന് നോക്കാൻ ഷിഫാന പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനിങ്ങ് പോരുന്നേ. അത് വേവാൻ ഇനിയും ടൈം എടുക്കും. ആ ഒരു സമയപ്പോൾ ഏഷ്യൻ ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ എടുത്തുകൊണ്ടൊക്കെ നിന്നു. പിന്നെ എന്തൊക്കെയൊക്കെ കളിപ്പിച്ച് ഇരുത്താനൊക്കെ നോക്കിയെങ്കിലും
അതൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പുള്ളിക്ക് എന്തോ വലിയ താല്പര്യമില്ല. രാവിലെ എഴുന്നേറ്റ് അവന്മാർ സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിർബന്ധങ്ങളൊക്കെ തുടങ്ങിയത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിരുത്താൻ ശ്രമിച്ചു, പക്ഷേ അത് പരാജയപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ എടുത്തുകൊണ്ട് തന്നെ നടന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കാർട്ടൂൺ കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ പാട്ട് കേട്ട് എൻജോയ് ചെയ്യാറാണ് പതിവ്. ഇന്നലെ മുതലേ ഈ ഷോള് സോഫയിൽ കിടക്കുന്നുണ്ടായിരുന്നേ. അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി ഇടുന്നതല്ലാതെ ഇത് റൂമിലോട്ട് കൊണ്ടുവയ്ക്കാൻ ആരും അങ്ങോട്ട് പരിശ്രമിച്ചില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് ആ ഷോൾ അങ്ങ് റൂമിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ആ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ഈശ്വരനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സമയം 9 മണി ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. എനിക്ക് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കേട്ടോ. ഞാനിന്ന് ഷിഫാനയോട് പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാണ് പുട്ടും കടലയും. എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് കേട്ടോ ഈ പുട്ടും കടലയും. ഒരുപാട് പേര് പുട്ടിന് ഹേറ്റേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കെന്തോ പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുമ്പം കടലക്കറി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷേ സ്വയമേ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്തോ അങ്ങോട്ട് ആസ്വദിച്ച് തിന്നാൻ പറ്റാറില്ലല്ലോ. ആ ഒരവസ്ഥ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷിഫാനയോട് പുട്ടും കടലയും വേണമെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഷിഫാന പുട്ടും കടലയൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി. ആദ്യം ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവന്മാർക്ക് ഒരു ചപ്പാത്തിക്കകത്ത് സോസേജ് മടക്കിയിട്ട് സാൻഡ്വിച്ച് പോലെയാണ് ഷിഫാന എന്ന് കൊടുത്തത്. അങ്ങനെ ഞാൻ എൻ്റെ പുട്ടും കടലയായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. എയ്സിന് ഒരു ദോശയൊക്കെ ഷിഫാന ചുട്ടുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ കൊടുക്കാനായിട്ട്. പക്ഷെ പുള്ളി ഇന്നൊന്നും കഴിച്ചിട്ടില്ല. എന്തോ പുള്ളിക്ക് വയ്യ, വേണ്ട. ചില ദിവസങ്ങളിൽ കഴിക്കും, ചില ദിവസങ്ങളിൽ കഴിക്കത്തില്ല കേട്ടോ. പല ഇൻഫ്ലുവൻസേഴ്സും ഈ കുട്ടികൾ കഴിക്കുന്ന വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ വിചാരിക്കും, ആഹാ കൊള്ളാലോ, എല്ലാവരും കുട്ടികളും എന്താ ഇങ്ങനെ കഴിക്കണേ, എൻ്റെ മോൻ മാത്രം എന്താ കഴിക്കാത്തതെന്നേ. പക്ഷേ കഴിക്കാത്ത കാറ്റഗറിയിലെ കുട്ടികൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിലൊരാളാണ് എയ്സിനും. എന്ത് ഫുഡ് കൊടുത്താലും ഇഷ്ടത്തോടെ ഇതുവരെ ഞാൻ കഴിച്ച് കണ്ടിട്ടില്ല. നിർബന്ധിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് 1-2 വാ കഴിക്കുന്നതല്ലാതെ പിന്നെ കഴിക്കാറുമില്ല കേട്ടോ. ഇപ്പം ഞാൻ നിർബന്ധിക്കാറുമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഡോക്ടറിനെ കൊണ്ട് പലതവണ കാണിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആക്റ്റീവ് ആണെങ്കിൽ വിട്ടേക്കാനാണ് കേട്ടോ. അങ്ങനെ ഹോളൊക്കെ ഒരു സൈഡിൽ നിന്ന് തൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാനിന്ന് ഈ ബെഡ്റൂമിലാണ് കിടന്നത്. അതുകൊണ്ട് ആ ബെഡ്റൂമൊക്കെ ഞാൻ വൃത്തിയാക്കി ഇട്ട് കേട്ടോ. അപ്പോഴേക്കും ഏസൻ കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ മറ്റേ റൂമിലേക്ക് വന്നു കേട്ടോ. ഇന്നലെയൊക്കെ മെനഞ്ഞാന്ന് ഞാൻ ഈ റൂമിലാണ് കിടന്നത്. പക്ഷേ ഈ റൂമിൽ കിടന്നിട്ടാണോ എന്തോ എനിക്കറിയത്തില്ല, ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നതാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ പ്രത്യേക ഒരു ക്ലൈമറ്റൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണുത്ത ക്ലൈമറ്റൊക്കെയാണ്. ഇന്നല്ല 2 ദിവസമായിട്ട് എന്തോ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് മാറിക്കിടന്ന് നോക്കിയത്. പക്ഷേ മാറിക്കിടന്നതിൽ എനിക്ക് സക്സസ്ഫുൾ ആയെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ നല്ല സുഖമായിട്ട് ഇന്നലെ രാത്രി ഉറങ്ങിയിരുന്നേ, ഒന്നും അറിഞ്ഞില്ല. അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ എൻ്റെ ഉറക്കം ഏകദേശം 2 മണിക്കാണ് എനിക്കൊന്ന് ഉറക്കം പിടിച്ചു വരുന്നത്. അപ്പോഴേക്കും ഏസൻ അങ്ങ് കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും. കണ്ണടച്ചുകൊണ്ട് വെച്ച് തന്നെയാണ് ഈസൻ കരയുന്നത്. പക്ഷേ അപ്പോൾ നമ്മളെടുത്ത് പിന്നെയും ഉറക്കി. എൻ്റെ ഉറക്കം അങ്ങനെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷിഫാനയും ഞാൻ ഒരുമിച്ചാണ് കേട്ടോ 2 ദിവസം കിടന്നത്. അതുകൊണ്ട് തന്നെ ഷിഫാന 5 മണിക്ക് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവൻ എഴുന്നേറ്റ് ഷിഫാന പോയോ ഉണ്ടോ എന്നൊക്കെ നോക്കും. അതുകൊണ്ട് എൻ്റെ ഉറക്കം എന്തോ അങ്ങോട്ട് റെഡിയാവുന്നില്ല. ഇന്നലെ ഞാൻ സ്വസ്ഥമായിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി കേട്ടോ. ഇവിടെ ആദ്യം ഷിഫാനയാണ് ഇന്നലെ കിടന്നത്. വലിയ കാര്യത്തിൽ ഈ ബെഡൊക്കെ എടുത്ത് ഇപ്പുറത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും രാത്രി അവരെ കൂടെ തന്നെ കയറി കിടന്നെന്നാണ് കേട്ടോ ഞാൻ അറിഞ്ഞത്. അവനങ്ങനെ ഒറ്റയ്ക്കൊന്നും കിടക്കത്തില്ല. പക്ഷേ ഇവർ 3 പേരും കൂടെ കട്ടിലിൽ കിടന്നു കഴിഞ്ഞാൽ നല്ല ചവിട്ടിൻ്റെ ഉസ്താദാണ്. ചവിട്ടി ഇവരെ ഒരു മൂലയ്ക്കാക്കും. അതുകൊണ്ടാണ് ആദ്യന് സെപ്പറേറ്റ് ഒരു ബെഡ് കൊടുത്തത്. എന്നിട്ടും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പുള്ളി അവരോടെയാണ് കിടന്നത്. അങ്ങനെ ഞാൻ ഈ ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഇതിങ്ങനെ വെക്കും. ആദ്യം ഇന്ന് ഉച്ചയ്ക്ക് സ്കൂൾ വിട്ട് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അവർക്ക് തണുക്കുന്നെന്നും പറഞ്ഞിട്ട് ഓരോ കമ്പിളി പുതപ്പായിട്ട് ഇതിന്ന് എടുത്തുകൊണ്ട് പോകും കേട്ടോ. ഒന്നെങ്കിൽ ഹാളിൽ, അല്ലാന്നുണ്ടെങ്കിൽ ബെഡിൽ എവിടെയെങ്കിലും പോയി പുതച്ച് മൂടി കിടക്കും. പക്ഷേ കുറച്ച് നേരമൊക്കെ അനങ്ങാതെ കിടക്കത്തോളെ. അതിനുശേഷം ആ ബെഡ്ഷീറ്റ് എവിടെയാണോ എടുത്തത് അവിടെ തന്നെ ഇട്ടിട്ട് വേറെ എന്തെങ്കിലും എടുത്തുകൊണ്ട് കളിക്കാൻ പോകും കേട്ടോ. പിള്ളേരാകുമ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് നേരം പോലും ഇരിക്കാറില്ല കേട്ടോ. ഇവർ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായി ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അതിനനുസരിച്ച് ഇപ്പം എൻ്റെ മോനും കൂടെ ഇവരെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓടാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ വാതോരാതെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് റേഡിയോ വല്ലതും ആണോ എന്ന്. സത്യത്തിൽ ഓൺ വോയിസ് വീഡിയോ ഇടുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് എന്താണ് ഇതിനു വേണ്ടി സംസാരിക്കാനുള്ളത്. സത്യത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതാണ് കേട്ടോ. ഡിസ്റ്റർബ് ആവുകയാണെന്നുണ്ടെങ്കിൽ സോറി. എൻ്റെ ഷോർട്ട് വീഡിയോസ് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ ലോങ് വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് വ്യൂസ് വളരെ കുറവാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ ഷോർട്സ് വീഡിയോസിൻ്റെ ഫാൻസ് ആണല്ലോ.
അതായത് സ്ക്രോൾ ചെയ്ത് പോയാൽ മതിയല്ലോ ജസ്റ്റ്. അതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ ആരും സമയമെടുത്തിരുന്ന് കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആർക്കും ഇഷ്ടപ്പെടാഞ്ഞിട്ടായിരിക്കും കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോയേക്കണേ. നമ്മൾ നാളെ ഇവിടെ നിന്ന് എന്തായാലും തിരിച്ചു പോകും കേട്ടോ. നാളെ കുട്ടിത്താപ്പം വെച്ചിട്ട് 40 ദിവസമാവാണ് കേട്ടോ. അപ്പം 40ൻ്റെ ചെറിയൊരു ചടങ്ങുണ്ട്. പക്ഷേ വേറെ ആരും ഇല്ല കേട്ടോ. നമ്മൾ ഒരുപാട് പേരെ വിളിച്ചൊന്നും അല്ല നടത്തുന്നത്, നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കി ഇറങ്ങിയപ്പോഴേക്ക് ഷിഫാനയുടെ പുതിയ മോപ്പൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ടൈമായി കേട്ടോ. ഷിഫാന ആ ഒരു സൈഡിൽ തുടച്ചിട്ട് എനിക്ക് തന്നു, ബാക്കി ഞാൻ ഇവിടേക്ക് ഒന്ന് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നെപ്പോലെ തുടയ്ക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട്? എനിക്ക് ഈ തൂക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം തുടയ്ക്കുന്നതാണ് കേട്ടോ. എനിക്ക് തൂക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഈ അകം തൂക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല, പുറം തൂക്കാൻ ഇഷ്ടമാണ്. പക്ഷേ ഇൻ്റർലോക്ക് ഇട്ട തറയൊന്നും എനിക്ക് തൂക്കാൻ വലിയ ഇഷ്ടമില്ല. പക്ഷേ ഈ മണ്ണുള്ള തറ ഉണ്ടല്ലോ, അതായത് ഒരുപാട് കല്ലുള്ള തറയല്ല, മണ്ണുള്ള തറ, അതായത് ഈ ബീച്ചിൻ്റെ സൈഡിലേക്ക് തറ പോലത്തെ തറ, അങ്ങനത്തെ സ്ഥലം എനിക്ക് തൂക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അങ്ങനത്തെ സ്ഥലം അങ്ങനെ കിട്ടാറില്ല, എങ്കിൽ പോലും എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതാണ് പുതിയ മോപ്പ്, ഇവർ ഓൺലൈൻ വഴി മേടിച്ചാണ് കേട്ടോ. ഈ സെയിം സാധനം ലുലുവിൽ ഞാൻ 500 റുപ്പീസിന് ഓഫറിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നേ. ഇത് യൂസ് ചെയ്തവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണേ. എനിക്കിത് യൂസ് ചെയ്തിട്ട് കുഴപ്പമില്ല, നല്ല ഫ്ലെക്സിബിളാണ് കേട്ടോ. 360 ഡിഗ്രി ആണ്, എവിടോട്ട് വേണമെങ്കിലും നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ സിറ്റ് ഔട്ടും ഞാൻ തുടച്ചു, ഹാളും ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എയ്സൺ ഇതിനകത്ത് തന്നെ കളിയായിരുന്നേ. അങ്ങനെ ലാസ്റ്റ് ഞാൻ എയ്സനെ പിടിച്ച് മാറ്റിയിട്ടൊന്നും നിൽക്കാതെ വന്നപ്പോഴും ഷിഫാനയോട് ഞാൻ പറഞ്ഞു, നീ ഒന്നെങ്കിൽ എയ്സനെ എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് പോവാതെ കണ്ടപ്പോൾ ഷിഫാനയ്ക്ക് ഞാൻ മോപ്പ് കൈമാറിയിട്ട് എയ്സനെയും കൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ. നേരെ പോയത് കിച്ചണിലേക്കാണ്. എയ്സൻ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ ഷിഫാന കഞ്ഞി വെക്കുന്നുണ്ടായിരുന്നേ. ആ കഞ്ഞിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണമായിരുന്നു. അതിനുള്ള തേങ്ങ ചിരവുകയാണ് കേട്ടോ ഞാൻ. തേങ്ങ തിരുവുകയാണോ ചിരവുകയാണോ നിങ്ങൾ എന്താണ് കേട്ടോ പറയുന്നത്? ഇവിടെ തേങ്ങ തിരുവുക എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ തിരുവി ഷിഫാനൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്. ഷിഫാന തന്നെയാണ് കഞ്ഞിയുടെ പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ അവന് ഫുഡ് കൊടുക്കട്ടെ, അതിന് ശേഷം കാണാം എന്ന് വിചാരിച്ചിട്ട് ഫോൺ വെച്ചിട്ട് പോയതാണ്. പക്ഷേ കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ കുറച്ച് വിരുന്നുകാർ വന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ വിരുന്നുകാർ വരാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ട്. കാര്യം മിക്കപ്പോഴും ഇവിടെ ഞാൻ കാണാറുണ്ട് കേട്ടോ. ഏസൻ ഇവരെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ 2-3 തവണ അറിയാതെ വാ തുറന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ കഞ്ഞി കൊടുത്തിട്ടും ഉണ്ടായിരുന്നേ. പക്ഷേ ഫുള്ള് കുടിച്ചിട്ടില്ല, എന്നാലും കുറച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇട്ട കോഫിക്ക് മധുരം അല്പം കൂടി കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഷിഫാന എനിക്ക് തന്നെ ചൂടാക്കി ഇപ്പോൾ തന്നിട്ടുണ്ടേ. അങ്ങനെ ഞാൻ എൻ്റെ കോഫിയും കുടിച്ച് എയ്സിന് ഈ സമയത്തിട്ട് ഉറക്കമുണ്ട് കേട്ടോ. അങ്ങനെ എയ്സിനെയും കിടത്തി ഉറക്കി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഷിഫാന ഓൾമോസ്റ്റ് ക്ലീനിങ് പരിപാടി തീരാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ അടുപ്പിൽ എന്താ ഇരിക്കുന്നതെന്ന് പോയി നോക്കിയപ്പം ചീനി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കപ്പയെന്നും പറയാറുണ്ടല്ലോ, ഞങ്ങളിവിടെ ചീനി എന്നാണ് കേട്ടോ പറയുന്നത്. വാട്ടർമെലൺ ഷിഫാന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നൊരു പീസ് ഞാൻ എടുത്ത് കഴിക്കുകയും ചെയ്തേ. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് നേരെ റൂമിലേക്ക് തന്നെ വന്നിരുന്നു കേട്ടോ. ഒരുപാട് ബുക്ക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഷിഫാന പണ്ട് തൊട്ടേ ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്കാണെങ്കിൽ ഇതിനോടൊട്ടും താല്പര്യമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം എന്തായാലും ഫ്രീ ടൈം ആണല്ലോ, അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബുക്ക് നോക്കുകയാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട ബുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല, കുറച്ച് നേരം നോക്കണം. പക്ഷേ എനിക്കിത് വായിക്കണമെന്ന് പലതവണയായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതും രാത്രി 12-ന് ശേഷം, ഇത് ചെറിയൊരു പേടിക്കാനുണ്ടെന്നൊക്കെയാണ് ഷിഫാന പറഞ്ഞത്. ഇതൊരുപാട് ഫേമസ് ആയ ബുക്കാണ് കേട്ടോ. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്തായാലും ഞാൻ ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു ബുക്ക് ചൂസ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വായിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഈ യക്ഷി എന്ന് പറയുന്ന ബുക്ക് വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര വിശപ്പേ. ചുമ്മാതിരിക്കുന്ന ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ വിശക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും വലിയ വിശപ്പൊന്നുമില്ല കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴാണ് ജോലിയൊന്നും എടുക്കാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവിടെ എവിടെയെങ്കിലും പോയി ബക്കറ്റിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ കഴിക്കാനായിട്ട്. ആദ്യം അധികം സ്കൂളിൽ സ്നാക്സൊക്കെ കൊണ്ടുപോകേണ്ടതുകൊണ്ട് ഷിഫാന സ്നാക്സൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും പോയി എടുത്തുകൊണ്ട് വന്നിരുന്ന് കഴിക്കാനാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ബുക്ക് നമുക്ക് വായിച്ചുകൊണ്ടിരുന്ന് കഴിക്കാം. അപ്പം ഇനി ഞാനിതൊക്കെ വായിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ബുക്ക് വായിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നെങ്കിലും വായനയൊന്നും നടന്നിരുന്നില്ല കേട്ടോ. നേരെ പോയത് പിന്നെ അടുക്കളയിലേക്കാണ്. ഷിഫാന എല്ലാ കറികളും വെച്ചിട്ടുണ്ടായിരുന്നേ. ചീനി പുഴുങ്ങി, ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നേ, അതൊന്ന് പറ്റിച്ചെടുത്തു. ബീട്രൂട്ട് തോരനും പിന്നെ ചമ്മന്തിയും മോരും ഉണ്ടായിരുന്നു. വാള ഇപ്പോൾ കൊണ്ടുവന്നതേ ഉള്ളൂ, അതപ്പം തന്നെ ഷിഫാന ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ.
ഇന്ന് ഞങ്ങൾക്ക് ചീനിയും മീൻ പൊരിച്ചതുമാണ്. പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോറും ബീറ്റ്റൂട്ട് തോരനും മോരും കറിയൊക്കെ. ഈ ഒരു സമയമായപ്പോൾ എയ്സനും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം സ്കൂളിൽ നിന്ന് വരാൻ ഏകദേശം ടൈം ആവാറായിട്ടുണ്ട്. അങ്ങനെ അവർ വരുന്നതിന് മുൻപ് ചീനിയും മീനും ഞങ്ങൾ തിന്നാമെന്ന് വിചാരിച്ചേട്ടോ. ഇന്നത്തെ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ചോറ് കഴിക്കണ്ട, ഇത്രയും ക്വാണ്ടിറ്റിയിൽ ചീനിയും മീനും കഴിക്കുന്നത് കൊണ്ട് തന്നെ ലഞ്ച് സ്കിപ്പ് ചെയ്തു കേട്ടോ. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലഞ്ച് ഇന്നത്തത്. ഞാൻ സാധാരണഗതിയിൽ ഇത്രയും ചീനിയും മീനും ഒന്നും കഴിക്കാറില്ല കേട്ടോ. 2-3 പീസ് ചീനി ഒരു ഇഷ്ടത്തിന് മാത്രം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് എന്തോ ഒരുപാട് ക്വാണ്ടിറ്റി കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ തോന്നിയിട്ടില്ലേ. അതുവരെയും വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ആ വിശപ്പൊക്കെ അങ്ങ് മാറി. ആദ്യം ആ ഒരു സമയമായപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ വാട്ടർമെലൺ ജ്യൂസും ഒരാൾ പൈനാപ്പിൾ ജ്യൂസും ആണ് കേട്ടോ കുടിച്ചത്. ആദ്യം സ്കൂളിൽ എന്തൊക്കെയോ കഥ ഇരുന്ന് പറയുവാണേ. അതിനുശേഷം ഷിഫാന നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കാർട്ടൂണിൻ്റെ പുറത്തായിരുന്നു കേട്ടോ. ഞാനും മേസനും കൂടി ഹോളിലിരുന്ന് ഒരേ കളി തന്നെ ആയിരുന്നേ. ഇപ്പോൾ പുള്ളിക്ക് പുതിയ കുരുത്തക്കേടുകളും പുതിയ ഓപ്ഷനുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും വലിഞ്ഞു കയറുന്നത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഇയാൾക്കായിരുന്നോ പനി എന്ന് ഞാൻ പറഞ്ഞത്. രാവിലെ എനിക്ക് തോന്നിയതാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ചെറിയൊരു ചൂടുണ്ടായിരുന്നു. പിന്നെ ആദ്യം സ്കൂളിൽ പോയതിന് ശേഷം പുള്ളി ഭയങ്കര മൂഡ് ഓഫൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല നിർബന്ധമൊക്കെ ആയിരുന്നു. എനിക്കങ്ങനെ തോന്നിയതാവാം. ഇപ്പം പക്ഷേ പുള്ളി ബെറ്ററായിട്ട് തോന്നുന്നു കേട്ടോ. നല്ല കുരുത്തക്കേടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഇനി ചായയുടെ പരിപാടിയൊക്കെ നോക്കണം. പക്ഷേ ആദ്യം ഇപ്പോൾ പോലും ലഞ്ച് ഇതുവരെയും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഇനി ഷിഫാന എഴുന്നേറ്റിട്ട് വേണം ലഞ്ച് കൊടുക്കാനായിട്ട്. ആ ഒരു ടൈം ഞാനിങ്ങനെ ഇവിടെ ചുമ്മാ ഇരുന്ന് സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. എൻ്റെ ഒരു ഡേ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാര്യം എയ്സൺ ഉറങ്ങുന്ന സമയത്താണ് വീട്ടിലാണെങ്കിൽ ജോലികൾ നടക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ എയ്സൺ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഫോണിൽ കളിക്കും കേട്ടോ. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് എനിക്കങ്ങനെ ഫ്രീ ടൈം ഒന്നും കിട്ടാറില്ല. കൊച്ചിൻ്റെ കൂടെ തന്നെ ആയിരിക്കും. ഇവൻ്റെ പിറകെ ഇങ്ങനെ നടക്കുക. അത് തന്നെ, വേറെ പരിപാടികൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഫോണിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് എടുക്കുന്ന ക്ലിപ്സൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇനി വൈകുന്നേരത്ത് ചായയുടെ കൂടെ, ചായ അങ്ങനെ ഇവിടെ ആരും കുടിക്കാറില്ല, കോഫി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. കോഫിയും പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ എന്ന് പറയാനൊന്നുമില്ല. മൂഡ് വന്നാൽ ഉണ്ടാക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. അങ്ങനെയൊക്കെ തന്നെയാണ്. ഉമ്മ ഇന്ന് കാഞ്ഞിരമുറ്റം പോയെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ഇത്രയും നേരം വിളിച്ചിട്ട് ഒരു കോള് പോലും അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. ഉമ്മ അങ്ങനെ പുറത്ത് ഉമ്മ ഫോണൊന്നും എടുക്കാറില്ല. അതുകൊണ്ടായിരിക്കാം. വാപ്പായും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഉമ്മ വിളിച്ചു വന്നു. പക്ഷേ ഉമ്മ ഇതുവരെയും കോളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ കൂടെ പോയ ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ച് ചോദിച്ചപ്പോൾ വണ്ടിയൊക്കെ എടുത്തു പൊയ്ക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഉമ്മയെ വിളിച്ച് നോക്കിയിട്ട് ഫോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വിളി അങ്ങ് നിർത്തിയിട്ടുണ്ട്. എന്തായാലും ഉമ്മ ഫ്രീ ആകുമ്പം കാണുമ്പോഴെങ്ങാനും ഇങ്ങോട്ട് വിളിക്കട്ടെ എന്ന് വിചാരിച്ചേട്ടോ. ഇവരിങ്ങനെ തന്നെ എപ്പോഴും ഇങ്ങനത്തെ കളികളൊക്കെയാണ് കേട്ടോ. ഇവരിങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. ഈ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഷിഫാന ഉറക്കം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ചെന്നത് അടുക്കളയിലേക്കാണ്. കോഫി ഇടുകയാണ് കേട്ടോ. കൂടെ പഴംപൊരിയും ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആദിക്കും ചോറും കൂടെ വാരി കൊടുത്തിട്ടുണ്ടായിരുന്നേ. സമയം 3:30-3:45 എന്തോ ആയിട്ടുണ്ട്. അവന്മാരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവന്മാർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ബേക്കറി സ്നാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതൊക്കെ തിന്നങ്ങ് വയറ് നിറയ്ക്കും. അടുക്കളയിൽ ഒരു മേളം തന്നെയാണ് കേട്ടോ. ആനുവൽ ഡേയുടെ ഡാൻസ് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നും അവർ ഡാൻസ് സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഷിഫാന വാഴയ്ക്കാപ്പമൊക്കെ പൊരിക്കണം കേട്ടോ. പഴംപൊരി എന്നല്ല, ഞങ്ങൾ വാഴയ്ക്കാപ്പം എന്നാണ് പൊതുവേ പറയാറുള്ളത്. ഞങ്ങളെല്ലാവരും കൂടെ സിറ്റൗട്ടിലിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഹോളിലിരുന്ന് പൊതുവേ കഴിക്കാറില്ല, ഡൈനിങ് ടേബിളിലും കഴിക്കാറില്ല കേട്ടോ. കൂടുതലും സിറ്റൗട്ടിലാണ് ഇങ്ങനത്തെ സ്നാക്സൊക്കെ കഴിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൂടുതലും ഹോളിലിരുന്ന് കഴിക്കുന്നത്. ഷിഫാന റൂമിലിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ഡൈനിങ് ടേബിൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ആണേ. അങ്ങനെ ഒരു വൈകുന്നേര സമയമൊക്കെ ആയപ്പം ഇവരെല്ലാവരും കൂടി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും ഷിഫാനയും കുശലങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നാളെ രാവിലെ നമുക്കൊരു 8:45 ഇവിടുന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. അതിൽ നമ്മൾ ചാത്തന്നൂർ പോയി ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ നിന്നൊരു ഓട്ടോ വിളിച്ച് കുഞ്ഞാടെ വീട്ടിലേക്ക് പോവാം എന്നായിരുന്നു കേട്ടോ പ്ലാനിങ് ഒക്കെ. നാളെ രാവിലെ യോമാർക്ക് സ്കൂളിൽ പോകണം. അപ്പുറത്തെ വീട്ടിലൊരു ഇത്തായ അതൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടും ഉണ്ടായിരുന്നേ. ഇനി എന്താണ് ആസ് യൂഷ്വൽ, കുളിക്കുക, രാത്രിത്തെ ഡിന്നർ കഴിക്കുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. എല്ലാവരുടെ ലൈഫിൽ നടക്കുന്നത് പോലെ സിമ്പിളായിട്ടുള്ള നോർമൽ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ നടക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴത്തേക്ക് ഏസന് കുറച്ച് അമൃതം പൊടി കുറുക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ പുള്ളി കഴിച്ചൊന്നുമില്ല. അതൊക്കെ കൊടുത്ത് അവനെയും കുളിപ്പിച്ച് ഞാനും കുളിച്ച് കുറച്ച് നേരം ഇനി TV ഒക്കെ കണ്ട് റെസ്റ്റ് എടുക്കട്ടെ. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഷിഫാന രാവിലത്തെ കടലക്കറി ഉണ്ട്, ഇനി പുട്ടുണ്ടാക്കുന്നുണ്ട്, കൂടെ ചിക്കൻ ഫ്രൈ എന്തോ ഉണ്ട് കേട്ടോ. അപ്പം ഡിന്നർ കഴിക്കുക, കിടന്നുറങ്ങുക.
കിടന്നുറങ്ങാം. അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഇനി വിശേഷം വേറൊന്നുമില്ല കേട്ടോ. അങ്ങനെ രാത്രിത്തേക്ക് ചിക്കനൊക്കെ പൊരിക്കുകയാണ് കേട്ടോ. ഇനി പുട്ടും കൂടി ഉണ്ടാക്കിയാൽ മതി. കടലക്കറി ചിലപ്പം എടുക്കില്ല കേട്ടോ. ഇവിടെ ആർക്കും അങ്ങനെ ഗ്രേവി ടൈപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കിങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിലും ഗ്രേവി ഇല്ലാത്തതാണെങ്കിലും നമ്മളെല്ലാവരും കഴിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഉള്ളത് കണക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. ഷിഫാന അടുക്കളയിലാണെങ്കിൽ ഇവർ മൂന്നുപേരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇനി ഞങ്ങളെല്ലാവരും ഒന്ന് പോയി കഴിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് എയ്സനെ ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ചെടുത്തു കേട്ടോ ഒന്ന് ഉറക്കി കിട്ടാനായിട്ട്. എയ്സൻ രാത്രിയും ഒന്നും കഴിച്ചിട്ടില്ല. പുള്ളിക്ക് ഫുഡൊന്നും വേണ്ടായിരുന്നു കേട്ടോ ഇന്ന്. ചില ദിവസങ്ങളിൽ ഇവരിങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. എയ്സൻ്റെ ചുറ്റും ഇങ്ങനെ ഈ തലങ്ങണി വെക്കുന്നുണ്ട്. നിങ്ങൾ അതിശയിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല ഉരുളുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. ഞാനങ്ങാണം ഭയങ്കരമായിട്ട് സ്ലീപ്പായി പോയി കഴിഞ്ഞാൽ പുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉരുണ്ട് പോകുമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും പില്ലോ ഒക്കെ വെച്ച് കൊടുക്കുന്നത്. എൻ്റെ ലോങ് വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി പറഞ്ഞേക്കണം കേട്ടോ. നിങ്ങളുടെ നല്ല കമൻറ്റ്സും മോശം കമൻറ്റ്സും ഒക്കെ സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ്. എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തരാൻ മടിക്കുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. Thank you for watching.